ഹലോ ഗൈസ്, ചെമ്മനീർപ്പൂവിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ വർഷ ശ്രീകാന്തിനോട് പറയുവാണ് കേട്ടോ, ശ്രീകാന്ത് എവിടെയെങ്കിലും വണ്ടി ഒന്ന് നിർത്താം, എനിക്ക് നിന്നോടൊന്ന് സംസാരിക്കണം എന്നൊക്കെ പറയുവാണ്. എന്നിട്ട് ശ്രീകാന്തിനോട് ചോദിക്കുക, നിനക്ക് എന്നെ മിസ് ചെയ്തില്ലേ, ഒരു തവണ പോലും മിസ് ചെയ്തില്ല, എനിക്കെന്ത് വിഷമമായെന്നറിയോ. എന്നിട്ടിങ്ങനെ ഓരോ പരിഭവവും പരാതിയൊക്കെ പറയുവാണ്. എന്നിട്ട് എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്, പക്ഷേ അവർക്കൊക്കെ മുകളിലാണ് നീ ഇപ്പം, നിനക്കെന്താ മനസ്സിലാവാത്ത, നീ എന്നോട് ഇതാദ്യം പറയുമെന്ന് ഞാൻ ഓർത്തതെന്നൊക്കെ പറയുവാണ്. അപ്പോൾ വർഷയുടെ ഈ പെരുമാറ്റവും പറച്ചിലൊക്കെ എങ്ങോട്ടാണെന്ന് മനസ്സിലായ ശ്രീകാന്ത് പറയുകയാണ്, വർഷ നീ വീട്ടിൽ പോ, ഞാൻ നിനക്ക് ഓട്ടോ വിളിച്ച് തരാമെന്ന് പറഞ്ഞ് ഫോൺ എടുത്ത് ഓട്ടോ വിളിക്കാൻ വേണ്ടി തുടങ്ങുവാണ്. ആ സമയത്ത് വർഷം പറയുകയാണ്, ഞാൻ ചോദിക്കുന്നതിന് നീ ഉത്തരം എന്താ, ഇപ്പം നിൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് അതൊരു ചെറുക്കനായിരുന്നെങ്കിൽ അവനോട് നീ ഇതുപോലെ പിണങ്ങുമോ, നമ്മുടെ അച്ഛന്മാർ തമ്മിൽ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ് അതുപോലെ നീ ചെയ്യുമോ എന്ന് ചോദിക്കുമ്പോൾ ശ്രീകാന്തിനാകെ ഉത്തരം മുട്ടുവാണ് കേട്ടോ. ശ്രീകാന്ത് ഒന്നും മിണ്ടാൻ പറ്റാതെ ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും ശ്രീകാന്തിനോട് പറയാം, എനിക്കതിനെ ഒരുപാട് ജീവനാണ്, എനിക്കത് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതെന്നൊന്നും അറിയില്ല എന്ന് പറഞ്ഞ് വർഷയുടെ സ്നേഹം പ്രകടിപ്പിക്കുവാണ്. ഇതെല്ലാം കണ്ടുകൊണ്ട് വർഷയുടെ അച്ഛനും അമ്മയും ആ വഴി വരുവാണ് കേട്ടോ. ഇതാ രവീന്ദ്രൻ്റെ മോനുമായിട്ടല്ലേ വിളി സംസാരിക്കുന്നതെന്നൊക്കെ ചോദിക്കുവാണ്. അത് മഹിമയ്ക്ക് കാണുമ്പോൾ വല്ലാതെ ദേഷ്യം വരുവാണ്. മഹിമ പറയും, ഞാൻ അവളെ ചെന്ന് പിടിച്ചുകൊണ്ട് വരാമെന്നും പറയുമ്പോഴത്തേക്കും വർഷയുടെ അച്ഛൻ പറയുക, നീ അവിടെ ഇരിക്കുക, ഇതെങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് എനിക്ക് അറിയാമെന്ന് പറയുകയാണ്. എന്നിട്ട് അവർ മാറി നിന്ന് വർഷേനെ നോക്കുവാണ് കേട്ടോ. അങ്ങനെ വർഷ ശ്രീകാന്തിനോട് ഇഷ്ടം പറഞ്ഞിട്ട് ശ്രീകാന്തിൻ്റെ കവിളിൽ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കുവാണ്. എന്നിട്ട് പറയാം, മറുപടി നീ പയ്യെ പറഞ്ഞാൽ മതി, ഞാനിപ്പോൾ വീട്ടിൽ പോവാം, ഒരു ഓട്ടോ പിടിച്ച് പോയിക്കോളാം, നീ ആലോചിച്ച് ഉത്തരം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ട് പോവാണ് കേട്ടോ. ഇതെല്ലാം കാണുന്ന അച്ഛനും അമ്മയ്ക്കും ദേഷ്യം വന്ന് അവരവിടുന്ന് പോവാണ്. പിന്നെ കാണിക്കുന്ന സുധീനെയാണ്. സുധി ക്ലയൻറ്റിനെ കൊണ്ട് ടെസ്റ്റ് ഡ്രൈവിന് പൊയ്ക്കൊണ്ടിരിക്കുന്ന വഴിക്ക് ക്ലയൻറ്റിനൊരു 7 തവണ കോൾ വരുവാണ് കേട്ടോ. ഓരോ തവണയും ഫോൺ വരുമ്പം അയാൾ വണ്ടി സൈഡിൽ പാർക്ക് ചെയ്ത് ഫോൺ എടുത്ത് സംസാരിക്കുവാണ്. ആകെ ഇറിറ്റേറ്റഡ് ആയിട്ട് സുധി പറയുകയാണ്, സാർ ഇപ്പോൾ 9 തവണ വണ്ടി നിർത്തി, ഇങ്ങനെ നിർത്തി പോയി കഴിഞ്ഞാൽ നമ്മൾ ഇന്നെങ്ങും അവിടെ ചെല്ലുമെന്ന് എനിക്ക് തോന്നുന്നില്ല തിരിച്ച്, അതുകൊണ്ട് എന്നിങ്ങനെ പറയുമ്പോഴത്തേക്ക് അയാൾ പറയാം, എനിക്കെന്തായാലും ഫോൺ വരും, എടുക്കാതിരിക്കാൻ പറ്റില്ല, താനൊരു കാര്യം ചെയ്യുക, താൻ ഓടിക്കുക, എന്തായാലും ഈ വണ്ടിയെപ്പറ്റി എനിക്ക് ഏകദേശം ധാരണ കിട്ടി, പിന്നെ വാദോരാതെ താൻ പറഞ്ഞല്ലോ, താൻ ഓടിക്കണമെന്ന് പറയുവാണ്. അങ്ങനെ അവർ മാറി വണ്ടിയിൽ സീറ്റ് മാറിയിരിക്കുവാണ്. സുധിയാണ് പിന്നെ വണ്ടി എടുക്കുന്നത്. അപ്പോഴത്തേക്കും ക്ലയൻറ്റ് പറയുന്നുണ്ട്, ഒരു കാര്യം ചെയ്യുക, ഇവിടുന്ന് ഇച്ചിരി അങ്ങ് പോയാൽ എൻ്റെ വീടാണ്, അവിടം വരെ പോകണമെന്ന് പറയുവാണ്. ആ സമയത്ത് സുധി പറയുന്നുണ്ട്, ടെസ്റ്റ് ഡ്രൈവിനുള്ള വണ്ടിക്ക് അങ്ങനെ വീട്ടിലൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല സാർ എന്ന് പറയുമ്പോൾ, തനിക്ക് ഞാനും തൻ്റെ മുതലാളിയായിട്ടുള്ള ബന്ധമൊക്കെ അറിയാലോ, താനിവിടെ നിൽക്കുക, ഞാൻ വിളിച്ച് പറഞ്ഞോളാം എന്ന് പറഞ്ഞാൽ വീട്ടിലോട്ട് പോവുകയാണ്. വീട്ടിൽ ചെല്ലുമ്പം ആ കസ്റ്റമറിൻ്റെ വൈഫ് പറയുന്നുണ്ട്, എൻ്റെ ബ്രദറും ഫാമിലിയൊക്കെ വരുന്നുണ്ട്, കുറേ സാധനം മേടിക്കാനുണ്ട്, ചായ കുറേ എന്ന് പറഞ്ഞാൽ ചിക്കനും മട്ടനും അങ്ങനെ കുറേ സാധനം എന്ന് പറയുമോ. ആ സമയത്ത് സുധീനെ കൈകൊണ്ട് കാണിച്ച് ആ കസ്റ്റമർ വിളിക്കുവാണ്. എന്നിട്ട് പറയുകയാണ്, എടോ ഇവിടെ അടുത്തൊരു കടയുണ്ട്, അവിടുന്ന് ചിക്കൻ വേണ്ട, ഭയങ്കര ചൂടല്ലേ, അതുകൊണ്ട് കരിമീൻ മതി, കരിമീനും മട്ടനും അതൊക്കെ മേടിച്ചിട്ട് വാ, പിന്നെ പായസത്തിൻ്റെ എന്തോ കൂട്ട് വേണമെന്ന് അവൾ പറഞ്ഞാൽ അതും വേണമെന്ന് പറയുവാണ് കേട്ടോ. ഇതൊക്കെ കേൾക്കുന്ന സുധിക്ക്, ഇതെന്താ നിങ്ങൾക്ക് എന്നെ കണ്ടിട്ട് എന്തെങ്കിലും തമാശയായിട്ട് തോന്നുന്നുണ്ടോ, ഇത് ഇംഗ്ലീഷ് വായിക്കാൻ അറിയാമെങ്കിൽ ഇത് വായിച്ച് നോക്കുമെന്ന് പറഞ്ഞ് സുധിയുടെ ID കാർഡ് എടുത്ത് കാണിക്കുവാണ്. എന്നിട്ട് ഇതിൻ്റെ അടിയിലെ ഡിഗ്രിയൊക്കെ കണ്ടോ, അത് ഞാൻ കഷ്ടപ്പെട്ട് ബുദ്ധിപൂർവ്വം മേടിച്ചെടുത്താൽ, നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിക്കുവാണ്. ഇല്ല അല്ലേ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുവാണ്. എന്നിട്ട് പറയുവാണ്, ഞാൻ എന്തായാലും തിരിച്ചു തന്ന സാറിനോട് കാര്യം പറഞ്ഞോളാം, സാറിന് മനസ്സിലാവും, ഞാൻ പോവാന്ന് പറയുകയാണ്. അപ്പോൾ ഇവർ പറയുന്നുണ്ട്, താൻ എന്തേ കാണിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല, തന്നെ പണി ഞാൻ തെറിപ്പിക്കുമെന്ന് പറയുമ്പോഴത്തേക്കും സുധി പറയുകയാണ്, എനിക്കതൊന്നും പ്രശ്നമല്ല എന്നുള്ള രീതിയിൽ സുധി അവിടുന്ന് വണ്ടി എടുത്ത് തിരിച്ചു പോവുകയാണ് കേട്ടോ. തിരിച്ച് ഓഫീസിൽ ചെല്ലുമ്പം മാനേജർ സുധിയോട് ദേഷ്യപ്പെടുവാണ്. എന്നിട്ട് പറയാണ്, എടോ തന്നെ വിട്ടപ്പോഴേ എനിക്കറിയാമായിരുന്നു, അതാ ഞാൻ പ്രശാന്തിനെ വിടാമെന്ന് പറഞ്ഞേ, താൻ 1 കോടിയുടെ ഡീലാണ് നശിപ്പിച്ച് കളഞ്ഞതെന്ന് പറയുകയാണ് കേട്ടോ. 1 കോടിയുടെ ഡീലെന്ന് കേട്ടപ്പോഴേക്കും സുധി ആകെ അന്തം വിട്ടു പോവാണ്. 1 കോടിയുടെയോ, 1 കോടിയുടെ, താൻ എനിക്ക് 1 കോടിയാണ് നഷ്ടം വരുത്തിയേ, കല്യാണം കഴിഞ്ഞതേ ഉള്ളൂ, ജോലി വേണമെന്നൊക്കെ പറഞ്ഞു വന്നുകൊണ്ടാണ് തന്നെ ഇവിടെ പിടിച്ച് കയറ്റി ചെയ്തു, അതിപ്പോൾ എനിക്ക് തന്നെ വിനയായി എന്നൊക്കെ പറയുവാണ്. ഇതൊക്കെ കേൾക്കുന്ന സുധി ആകെ എല്ലാവരുടെയും മുമ്പിൽ നാണം കെട്ട് നിൽക്കുവാണ് കേട്ടോ. അത് കഴിയുമ്പോൾ അയാൾ പറയുകയാണ്, തനിക്കിവിടെ ജോലിയില്ല, ഒന്നുമില്ല, ഇപ്പോൾ ഇവിടുന്ന് ഇറങ്ങിക്കോണം എന്ന് പറയുമ്പോഴത്തേക്കും സുധിക്ക് ആകെ അടി കിട്ടിയതുപോലെ ആവുകയാണ്. ഇനി ശ്രുതിയോട് എന്ത് പറയും എന്നൊക്കെ ഓർത്ത് ഇങ്ങനെ നിൽക്കുവാണ് കേട്ടോ. ആ സമയത്ത് പെട്ടെന്ന് സുധി നമ്മുടെ ഓണറിൻ്റെ പുറകെ ചെന്നിട്ട്, സാർ ആ 1 കോടിയുടെ ഡീല് സാറിന് കിട്ടും എന്ന് പറഞ്ഞ് ഓടി ചെല്ലുവാണ്. അപ്പോൾ പ്രതീക്ഷയോടെ ഓണർ ചോദിക്കുക, എങ്ങനെ, എന്ത് കാണിച്ച് കിട്ടും എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും സുധി പറയാണ്, സാർ ആ ക്ലയൻറ്റിനെ ഒന്ന് വിളിച്ച് കാല് പിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഓർഡർ നമുക്ക് തിരിച്ച് കിട്ടുമല്ലോ എന്ന് പറയുകയാണ്. ഇത് കേൾക്കുന്ന ചുറ്റുമുള്ളവരൊക്കെ നിന്ന് ചിരിക്കുവാണ് കേട്ടോ. ഓണറിനാണെങ്കിൽ ഇത് കേൾക്കുമ്പോൾ ദേഷ്യം വരുവാണ്. അയാൾ പറയാം, തന്നെയൊക്കെ ഏത് നേരത്താണോ എടുത്ത്, തനിക്ക് ജോലിയില്ല, ഇവിടുന്ന് ഇപ്പം ഇറങ്ങിക്കോണമെന്നും പറഞ്ഞ് ഇറക്കി വിടുവാണ് സുധീനെ. പിന്നെ കാണിക്കുന്ന മഹിമേനെ ഹസ്ബൻഡിനെയാണ്, വർഷയുടെ അച്ഛനെ അമ്മയും. അവർ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടിരിക്കുവാണ്. എന്നിട്ട് പറയുകയാണ്, ഇത് മനഃപൂർവ്വം ആ രവീന്ദ്രൻ ഇവനെയും കൊണ്ട് വളയിപ്പിച്ചെടുത്തതായിരിക്കും, അല്ലെങ്കിൽ പിന്നെ അവളിങ്ങനെയൊക്കെ ചെയ്യുമോ, ഞാനിന്ന് അവളെ ശരിയാക്കി കൊടുക്കുന്നുണ്ടെന്ന് മഹിമ പറയുവാണ് കേട്ടോ. അപ്പോഴേക്കും വർഷയുടെ അച്ഛൻ പറയുന്നുണ്ട്, നിനക്ക് അവളെ സ്വഭാവം അറിയാലോ, അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടും പെരുമാറണം, കൈകാര്യം ചെയ്യാൻ എനിക്കറിയാമെന്ന് പറഞ്ഞ് അവർ സംസാരിച്ച് നിൽക്കുന്നത് കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.